നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ഭരിക്കാൻ കെൽപ്പില്ലാതെ കോൺഗ്രസ് നേതൃത്വം തളരുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയ കോമഡി. മുഖ്യമന്ത്രി കസേരയ്ക്കായി നേതാക്കൾ പരസ്പരം ചെളിവാരിയെറിയുമ്പോൾ നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ്. ഗ്രൂപ്പ് പോര് മുറുകുന്നതിനിടെ കോൺഗ്രസിന്റെ ഈ അധികാര പട്ടിണിയെ കടന്നാക്രമിച്ചുകൊണ്ട് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള പോര് ഇപ്പോൾ AICC നിരീക്ഷകർക്ക് പോലും നിയന്ത്രിക്കാനാകാത്ത വിധം വഷളായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയെ പോലും വിശ്വസിക്കാനാവില്ലെന്ന നിലപാടിലാണ് സതീശൻ പക്ഷം. KC വേണുഗോപാലിന് വേണ്ടി ദീപാദാസ് പക്ഷം പിടിക്കുമെന്നും അതിനാൽ അവരെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുമാണ് സതീശൻ പക്ഷത്തിന്റെ ആവശ്യം. ഈ തമ്മിലടിയെ പരിഹസിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം കിട്ടിയ അധികാരം എങ്ങനെ വീതം വെക്കാമെന്നതിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധ. ഭരിക്കാൻ അറിയാത്തവർക്ക് ജനങ്ങൾ അധികാരം നൽകിയാൽ ഇതാണ് അവസ്ഥ എന്ന് BJP കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എന്നാൽ കൊള്ളക്കാരുടെ കൂട്ടായ്മയാണെന്നും അധികാരം കിട്ടിയപ്പോൾ അവർ തനി നിറം കാണിക്കുകയാണെന്നും BJP വക്താക്കൾ പരിഹസിച്ചു. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ സതീശനെ വെട്ടാൻ രമേശ് ചെന്നിത്തല KC വേണുഗോപാലിനൊപ്പം ചേർന്നതും ഗ്രൂപ്പ് സമവാക്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. 52 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് വേണുഗോപാൽ അവകാശപ്പെടുന്നത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ മന്ത്രിസഭയിൽ രണ്ടാമനാകാൻ ചെന്നിത്തലയ്ക്ക് സാധിക്കും. സതീശന്റെ കീഴിൽ ഒരു മന്ത്രിയാകാൻ താനില്ലെന്ന ഉറച്ച നിലപാടിലാണ് ചെന്നിത്തല. കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് വഴക്കുകൾക്കിടെ BJP ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങളും ഏറെയാണ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് കർശന നിലപാടെടുത്ത വേണുഗോപാൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയാക്കാൻ കുപ്പായമിടുന്നത് രാഷ്ട്രീയ വഞ്ചനയാണെന്നാണ് BJP ആരോപിക്കുന്നത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. കോൺഗ്രസ് നേതാക്കളുടെ അധികാര കൊതിക്ക് വേണ്ടി പൊതുമുതൽ ദൂർത്തടിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്നും BJP വിമർശിച്ചു. വേണുഗോപാലിനെതിരെ K സുധാകരനും രംഗത്തെത്തിയതോടെ കോൺഗ്രസ് ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ പുകയുകയാണ്. തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്ത വേണുഗോപാൽ എന്തിന് മുഖ്യമന്ത്രിയാകുന്നു എന്ന ചോദ്യമാണ് സുധാകരൻ ഉയർത്തുന്നത്. MP-മാരായ അടൂർ പ്രകാശ്, അനിൽകുമാർ, ബെന്നി ബെഹനാൻ തുടങ്ങിയവരും വേണുഗോപാലിനെതിരെ വാളെടുത്തിട്ടുണ്ട്. കേന്ദ്ര നിരീക്ഷകർ ഇന്ന് നടത്തുന്ന ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ടായാലും കോൺഗ്രസ് ഒരു വലിയ പിളർപ്പിലേക്കോ അല്ലെങ്കിൽ ഭരണസ്തംഭനത്തിലേക്കോ നീങ്ങുമെന്നുറപ്പാണ്. അഴിമതിക്കും ഗ്രൂപ്പിസത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധം പതിച്ചു എന്ന BJPയുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിലെ നിലവിലെ സംഭവ വികാസങ്ങൾ.